നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അബുദാബി രാജകുടുംബാംഗം ഷെയ്ഖ് സയ്യിദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് കേബിൾ സന്ദേശം അയച്ചു. പരേതനെ സ്വർഗത്തിൽ പ്രവേശിക്കാനും ഷെയ്ഖ് മുഹമ്മദിനും കുടുംബത്തിനും എമിറേറ്റ്സിലെ ജനങ്ങൾക്കും ക്ഷമ നൽകാനും സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു. സുൽത്താന്റെ സന്ദേശവുമായി പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലുള്ള സംഘം അബുദാബിയിൽ എത്തി. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഗവർണേഴ്സ് ബോർഡ് ചെയർമാൻ സെയ്ദ് തൈമൂർ ബിൻ ആസദ് അൽ സയ്യിദ്, ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി, പ്രൈവറ്റ് ഓഫീസ് തലവൻ ഡോക്ടർ ഹമദ് ബിൻ സയ്യിദ് അൽ ഹൌഫി, അതുപോലെ തന്നെ ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസർ അൽ ഹറാസി, ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി ഏജൻസി സയ്യിദ് ബിൻ സമൂദ് അൽ അവ്ലി, UAEയിലേക്കുള്ള ഒമാന്റെ അംബാസിഡർ സെയ്ദ് ഡോക്ടർ അഹമ്മദ് ബിൻ ഹിലാൽ അൽ ബുസൈദി എന്നിവർ ഉപപ്രധാനമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന് നിര്യാണത്തെ തുടർന്ന് 3 ദിവസത്തെ ദുഃഖാചരണം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ദിവസത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്നാണ് 3-ാം ദിനം, ഇന്നത്തോടു കൂടി ദുഃഖാചരണം അവസാനിക്കുകയാണ്. മാത്രമല്ല UAEയിലെ പതാക താഴ്ത്തിക്കെട്ടിരുന്നു, അതും ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. എന്തായാലും ഈ ഒരു രാജകുടുംബത്തിലേക്ക് അനുശോചനവുമായി അനവധി രാജ്യങ്ങളിൽ നിന്നുള്ള സുൽത്താൻമാരും മന്ത്രിമാരും ഒക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഖബറടക്കവും പൂർത്തിയായിരുന്നു. എന്തായാലും രാജകുടുംബത്തിന്റെ ഒരു വലിയ തീരാനഷ്ടമാണ് എന്നാണ് രാജകുടുംബാംഗങ്ങളടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും അദ്ദേഹം രോഗശയ്യനായിരുന്നു, ഉടനെയായിരുന്നു മരണം. 5 ദിവസത്തെ രോഗശയ്യയിൽ നിന്ന് അദ്ദേഹം പിന്നീട് മരണത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും വലിയ തോതിലൊരു തീരാനഷ്ടമാണ് രാജകുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. രാജകുടുംബാംഗങ്ങൾക്ക് എല്ലാവരും തന്നെ ദുഃഖത്തിലാണ്. അനുശോചനവുമായി അനവധി പേരാണ് ഇപ്പോഴും രാജകുടുംബത്തിലേക്ക് വരുന്നത്, കൊട്ടാരത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. രാജാവ് നഹിയാൻ അടക്കമുള്ളവർ, ഭരണാധികാരി നഹിയാൻ അടക്കമുള്ളവർ ഏറെ ദുഃഖത്തിലാണ് എന്ന കാര്യം അറിയാം. എന്തായാലും പ്രവാസികൾക്കടക്കം ഈ ദുഃഖാചരണത്തിൽ ഈ അനുശോചന ദിവസങ്ങളിൽ പങ്കുചേർന്നിരുന്നു. ഇന്നത്തോടു കൂടി ഈ അനുശോചന ദിനം അവസാനിക്കുകയാണ്. എന്തായാലും നാളെ മുതൽ പഴയപടി ആയിരിക്കും ഇനി UAEയിൽ മുഴുനീളം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയായിരിക്കും ഇനി കാര്യങ്ങൾ നാളെ മുതൽ നടക്കുക.